അവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗിന് ഇടപെടാൻ എന്താ അവകാശമെന്ന്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് ജയിച്ചത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എം പിയാണ്. ഞാൻ കാസർകോട്ടെ എം പിയാണ്. സുധാകരൻ കണ്ണൂർ എം പിയാണ്. ഷാഫി പറമ്പിൽ വടകര എം പിയാണ്. ശ്രീ അനിൽകുമാർ വണ്ടൂർ MLA ആണ്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളത്? കാരണം ലീഗ് UDFൻ്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അവർക്കത് പറയാം, രഹസ്യമായും പറയാം, പരസ്യമായും പറയാം. അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. മാത്രമല്ല, UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഒരുപാട് സാമൂഹ്യ സംഘടനകളുണ്ട്, അതുപോലെ ഒരുപാട് പിതാക്കന്മാരുണ്ട്, ക്രൈസ്തവ സഭകളുണ്ട്, അതുതന്നെ ലീഗ് കൂടാതെ മുസ്ലിമിന് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. എല്ലാ ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി UDFനെ സഹായിച്ചുകൊണ്ടാണ്, അത് ക്രൈസ്തവ വിഭാഗമായാലും കൊള്ളാം, മുസ്ലിം വിഭാഗമായാലും കൊള്ളാം, അവരെല്ലാം സഹായിച്ചുകൊണ്ടാണ് UDFന് ഈ ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ രഹസ്യമായും പരസ്യമായും പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കതിനുള്ള അവകാശമില്ലേ? ഈ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയത് UDFനുള്ള പ്രേമം കൊണ്ടല്ല, നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട്. നിങ്ങളും UDFനെ ഒരുപാട് സഹായിച്ചില്ലേ? നിങ്ങളിൽ പലർക്കും രാഷ്ട്രീയമല്ലേ? ചാനലുകൾക്കും ചാനലിലെ പ്രവർത്തകന്മാർക്കും അഭിപ്രായമുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാ കഴിയുക? അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളുടെ പാരമ്പര്യമൊക്കെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയുന്നതിനെ കൊച്ചാക്കുന്നൊരു പ്രവണതയൊന്നും ശരിയല്ല. അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല.